കെ സുധാകരനെ വീണ്ടും KPCCയുടെ അധ്യക്ഷനായില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഒരു മരുന്നിന് പോലും ബാക്കി കാണില്ല എന്ന് പല നേതാക്കളും തുറന്നടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണിത്. എന്നാൽ സുധാകരൻ പറയുന്നു, എന്നെ നാണം കെടുത്തിയല്ലേ നിങ്ങളൊക്കെ ചേർന്ന് ആട്ടി പുറത്താക്കിയത്. ദീപാദാസ് മുൻഷി എന്ന ഒന്നിനും കൊള്ളാത്ത ഭൂലോക തോൽവിയെ പിടിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ സെക്രട്ടറിയാക്കി കെ സുധാകരനെതിരെ അനാവശ്യമായ റിപ്പോർട്ടുകൾ പടച്ചുണ്ടാക്കി. സതീശന് വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും സുധാകരനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നത്. എന്നാൽ സതീശന്റെ കൂടെ നിന്ന രണ്ട് പ്രമുഖ നേതാക്കൾ ഇപ്പോൾ വട്ടം കറങ്ങുകയാണ്. ഒന്ന് രാഹുൽ മാങ്കൂട്ടം, മറ്റൊന്ന് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇതിൽ എത്തിപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ തെറ്റുകാരൻ രാഹുൽ മാങ്കൂട്ടം മാത്രം എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കണ്ടകശനി അത് കൊണ്ടേ പോവുകയുള്ളൂ. സുധാകരന്റെ എഫക്റ്റ്, സുധാകരന്റെ പ്രാക്ക് ഫലിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിക്കണം, CPIM-നെതിരെ ആ മനുഷ്യൻ ഒരായുസ് മുഴുവൻ പോരാടിയെടുത്തതാണ് ഈ പ്രസ്ഥാനം. കൃത്യമായും കണ്ണൂരിലും അതുപോലെ തന്നെ എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്നു അവിടെയൊക്കെ സുധാകരനെ പോലുള്ള വ്യക്തികളുടെ ആ ഒരു കരിസ്മ കൊണ്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോഴും ഈ കിരാത ഭരണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. ഒരു തവണ കൂടി അധികാരത്തിന് പുറത്തിരുന്നാൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതൃത്വത്തിൽ UDF അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ പല ഘടകകക്ഷികളും ഘടകവിരുദ്ധമായി അങ്ങോട്ട് പണി തുടങ്ങും. അതിൽ ഒന്നാമത്തെ കക്ഷി ലീഗ് തന്നെയായിരിക്കും. മുസ്ലിം ലീഗിന് ഇനി ഒരിക്കൽ കൂടി അധികാരമില്ലാതിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് കോൺഗ്രസിന്റെ പിന്തുണ പോലും വേണ്ട കേരളത്തിൽ 10-12 സീറ്റ് ജയിച്ചെടുക്കാൻ. നിലവിൽ 15 സീറ്റുകളാണുള്ളത്. അതിൽ 10 സീറ്റിൽ കുറയാതെ അവർക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ, അതായത് കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ മത്സരിച്ചാലും അനായാസമായി ജയിക്കാൻ കഴിയും. മലപ്പുറത്തും കോഴിക്കോടും അതിനുള്ള ശക്തിയും കെൽപ്പും ലീഗിനുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ കെ സുധാകരനെ പുറന്തള്ളിയതിൽ, അല്ലെങ്കിൽ കറിവേപ്പില പോലെ കളയാൻ ശ്രമിച്ചതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ലീഗിൽ നിരവധിയായ ആളുകൾക്കുണ്ട്. നമുക്കറിയാം, ലീഗിൽ പല വിഭാഗങ്ങളായി തരംതിരിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന PK ഫിറോസും യൂത്ത് ലീഗിലെ പല നേതാക്കളും ഉണ്ട് എങ്കിൽ പോലും KM ഷാജി അടക്കമുള്ള നേതാക്കൾ കെ സുധാകരന്റെ പിന്നിലായിരുന്നു. കൃത്യമായി ലീഗിന്റെ പരിപൂർണമായ പിന്തുണ കെ സുധാകരൻ എക്കാലത്തും ആർജിച്ചിരുന്നു എന്നുള്ളത് കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കെ സുധാകരന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ഇടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു നിൽക്കുന്നത്. സണ്ണി ജോസഫ് പറയുന്നു, എനിക്ക് വയ്യ, മടുത്തു, എക്സ്പ്ലനേഷൻ കൊടുത്ത് മടുത്തു, ഞാൻ പേരാവൂരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നോളാം, ഇല്ലെങ്കിൽ G പരമേശ്വരയ്ക്ക് കർണാടകയിൽ സംഭവിച്ചതുപോലെയാകും. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു പരാജയം നിയമസഭയിൽ നേരിടാൻ എനിക്ക് വയ്യ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ്.